ഫോറസ്റ്റുകാര് പോലീസ് ചമയണ്ട, പോലീസുകാര് ഫോറസ്റ്റും ചമയണ്ട, വിവരദോഷി പണ്ഡിതൻ ചമയണ്ട, കഴിവുകെട്ടവന്മാര് കഴിവുറ്റവന്മാരും ചമയണ്ട. ബാക്കി പറതെറിയാശാനെ ചിരിക്കട്ടെ. കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്താൽ മര്യാദയ്ക്ക് നടക്കാം, ഇല്ലെങ്കിൽ മര്യാദകേട് ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും. മര്യാദ എന്ന വാക്കിന്റെ അർത്ഥം വലിയ പിടിയില്ലെങ്കിലും അത് വേണ്ടയിടത്തും വേണ്ടാത്തയിടത്തും ഒക്കെ ഉപയോഗിക്കാൻ ആശാന് നല്ലതുപോലെ അറിയാം. നിയമം കയ്യിലെടുക്കേണ്ടി വരും. നിയമത്തെ അപ്പൂപ്പൻ താടി പോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടന്ന മഹാന്മാരെയൊക്കെ നിയമത്തിന്റെ കാര്യം പറഞ്ഞ് ആരാ ആശാനെ പേടിപ്പിച്ചത്? പിന്നെ അന്നത്തെ നിയമമല്ല ഇന്ന്, അന്നത്തെ നിയമപാലകരല്ല ഇന്നത്തെ. നിയമം കയ്യിലെടുക്കും കാലയിലെടുക്കും എന്നൊക്കെ വെറുതെ പ്രസംഗിച്ച് അബദ്ധം ഒന്നും വിളിച്ചു വരുത്തണ്ട. പിന്നെ പ്രസംഗിക്കാൻ അണ്ണാക്കിന്റെ അറ്റത്ത് ആ നാക്ക് കാണത്തില്ല, അതാ പറഞ്ഞത്. കാര്യം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല, ചുമ്മാതല്ല ഗതി പിടിക്കാത്തത്. നിയമം കയ്യിലെടുക്കാനുള്ള ശേഷിയൊക്കെ പണ്ടത്തെ പോലെ ഉണ്ടോ ആശാനെ? അതും കൂടെ ഇടയ്ക്കൊന്ന് പരിശോധിക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ വായിൽ ഇപ്പോഴും കേൾക്കേണ്ടി വരുന്ന ഞങ്ങളുടെ ഒരു ദുര്യോഗം. വരുന്നവരെ ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വന്നവരെയും പോയവരെ എല്ലാം നേരിട്ടും പോരിട്ടും ആണല്ലോ പ്രതിപക്ഷത്തിരുന്ന് ഇപ്പൊ ഇങ്ങനെ ചൊറിയേണ്ടി വന്നത്. പക്ഷെ നിർത്തരുത്, തിരുത്തുകയും ചെയ്യരുത്. എടാ, നീ മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞ് നടക്കുന്ന സമയത്ത് വല്ല പണിക്കും പൊക്കൂടെ? പോലീസുകാര് ഞങ്ങൾക്ക് പുല്ല, പിന്നെ ഫോറസ്റ്റുകാര്. പോലീസ് പുല്ല്, പൊതുജനം പുല്ല്, വോട്ട് പുല്ല്, കസേര പുല്ല്, ചോപ്പ് നിറം ഒഴിച്ച് ബാക്കി എല്ലാം പുല്ല്. എല്ലാത്തിനെയും പുല്ല് പോലെ കരുതിയാണ് ഇപ്പൊ കരിഞ്ഞ പുല്ലിന്റെ അവസ്ഥയിൽ അരഞ്ഞ് ചതഞ്ഞ് കിടക്കുന്നത്. പിന്നെ ഇവരുടെയൊക്കെ ഈ കണ്ഠക്ഷോഭം കേട്ട് പുളകിതരായി തല്ലാനും കൊല്ലാനും ചാവാനും റെഡിയായിട്ട് ചാടി ഇറങ്ങുന്ന പാവം അടിമകളോട് ഒന്നേ പറയാനുള്ളൂ. അങ്ങനെ ചാടി ഇറങ്ങി ഒരു ബാച്ചാ നേരത്തെ പറഞ്ഞതുപോലെ ജയിലിൽ കിടക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെ ഒറ്റ എണ്ണം ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഞാൻ കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മാതൃകാ പുരുഷനാവും, എ മോഡൽ യങ് ബോയ് ഓഫ് കേരള. അതിനുവേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ ചിലപ്പോൾ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ.